അങ്ങനെ ഇതാ ലൈവിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന് ആ ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട്. ആരാണ് പുറത്തു പോയെന്നല്ലേ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ലൈവ് കണ്ട കൂട്ടുകാർക്ക് അറിയാം, ലൈവ് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആദിലയാണ് ഈ ഒരു പ്രാവശ്യം ഒരാളാണ് പുറത്തു പോയിട്ടുള്ളത്. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദിലയാണ് കേട്ടോ പുറത്തു പോയത്. ആദില പുറത്തു പോയി എവിക്റ്റായി ആ ഒരു കേബിൾ മുറിക്കുമ്പോഴേക്കും ആ റെഡ് കളർ പുക വന്നപ്പോഴേക്കും സത്യത്തിൽ നല്ല രീതിയിൽ ഷോക്കായിപ്പോയി. നല്ല രീതിയിൽ ഒരു വിഷമത്തിലും കൂടിയാണ് ആദില പോയത്. അതേ സമയത്ത് നമ്മുടെ നൂറയാണെങ്കിൽ ഇത് കണ്ടിട്ട് നൂറയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക്. ഇതേ സമയത്ത് തന്നെ അനുമോൾക്കും നല്ല രീതിയിലുള്ള വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് എനിക്കൊന്നു ആ പുറത്തുനിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഏകദേശം ആദിലയ്ക്ക് വോട്ട് കുറവാന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും അമ്പരന്ന് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ ബിഗ് ബോസ് മെയിൻ വാതിലിൽ കൂടെ നമ്മുടെ ആദിലയെ പുറത്താക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ലൈവിൽ ഇതാ മുറിക്കുന്നു, റെഡ് പുക ആദിലയുടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു ആദില. പക്ഷെ ആദില നൂറ് ഇപ്രാവശ്യം ഒരു എവിക്ഷനിൽ വന്നതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് വോട്ട് കൊടുക്കണോ അല്ലെങ്കിൽ നൂറയ്ക്ക് വോട്ട് കൊടുക്കണോ എന്ന വലിയൊരു ചോദ്യം അവിടെ ചിഹ്നം കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദിലയ്ക്ക് ഇപ്രാവശ്യം വോട്ട് കുറഞ്ഞതും ആദില അങ്ങനെ പുറത്തു പോകുന്നതും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ടോപ്പ് 6 വരാൻ ചാൻസ് ഇല്ല, ടോപ്പ് 5 തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇനിയൊരു എവിക്ഷൻ കൂടെ നടത്താൻ ചാൻസസ് ഉണ്ട്. ഇന്ന് നടത്തുമോ അല്ലെങ്കിൽ നാളെ നടത്തുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഒരു എവിക്ഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ എവിക്ഷനുള്ള ആദില പുറത്തായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത എവിക്ഷൻ നടത്തുമോ അല്ലെങ്കിൽ നാളെയാണോ അടുത്ത എവിക്ഷൻ നടത്തുകയെന്നൊന്നും നമുക്ക് ഒരു ഐഡിയയും ഇല്ല. എന്തായാലും വളരെ ദുഃഖത്തോടെ അങ്ങനെ ആദില ബിഗ് ബോസ് മലയാളം സീസൺ 7 വിട പറയുകയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. അതുമാത്രമല്ല, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലയാണ് പുറത്തു പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോയിട്ടില്ലേ? ഇതേപോലെയാണ് ഞാൻ പ്രവചിച്ചതും പറഞ്ഞതും ആ രീതിയിൽ തന്നെയാണ് എല്ലാ കണ്ടസ്റ്റൻസും പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 100% വിശ്വസിക്കാം.